ഭയങ്കരമായിട്ട് മിസ് ചെയ്തോ? പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്നത്. എല്ലാ ദിവസവും 24/7 ഫോണിൽ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതൊരു ഭയങ്കര മിസ്സിങ് തന്നെയാണ്. ലാലേട്ടൻ തന്നാണോ ഇത്? ലാലേട്ടൻ തന്നത് മോഹൻലാൽ എനിക്ക് കിട്ടിയ പ്രീഷ്യസ് ഗിഫ്റ്റ്. ലാലേട്ടൻ തന്ന പ്രീഷ്യസ് ഗിഫ്റ്റ് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നു. ഒരു എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ട് അതിന്റെ സന്തോഷം തീർച്ചയായും നമ്മുടെ ഇവർ തന്നെയാണ്, ക്യാബിൻ ക്രൂ തന്നെയാണ്. യു പ്ലേഡ് വെൽ. എനിക്ക് കിട്ടിയ ഫസ്റ്റ് അംഗീകാരം ഇൻഡിഗോ എനിക്ക് തന്ന ഒരു സ്നേഹാദരമായിട്ട് ഞാൻ ഇത് കാണുന്നത്. അവരെ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ്. എനിക്കത് ഭയങ്കര അൺഫെയർ ഔട്ടാണെന്നാണ് വൈഫ് പോലും പറയുന്നത്. അൺഫെയർ ഔട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഞാനിപ്പോ കമന്റ്സ് കുറെ വായിച്ചു, ഒന്നിച്ച് വന്നിറങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴാണ് അവിടുന്ന് മൊബൈൽ കിട്ടിയത് തന്നെ. ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ തരുന്നത്. ഞാൻ ഇപ്പോഴാണ് കുറച്ച് കമന്റ്സ് വായിച്ച അൺഫെയർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം എല്ലാവർക്കും. പിന്നെ പോകുമ്പോ എനിക്ക് കുറെ നെഗറ്റിവിറ്റി കുറച്ച് ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ വരുമ്പോ എനിക്ക് കുറെ പോസിറ്റിവിറ്റി കിട്ടി എന്ന് വെച്ചാല് ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയത് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ബാക്കി എനിക്ക് കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവർക്ക് ഇപ്പൊ തന്നെ പ്രേക്ഷകരോട് എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട്. Thank you all. എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആരെയും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണ് നിറഞ്ഞത്. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ? തീർച്ചയായും ഇത് തന്നെ വലിയൊരു മാറ്റമല്ലേ. എന്റെ ചുറ്റും നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്റെ ഒരു ഡ്രീം അല്ലേ, എന്റെ ഒരു മാറ്റമല്ലേ. തീർച്ചയായും അതെ. താങ്ക് യു. Thank you. Lovingly, your Mohanlal. Thank you. Hey! Thank you. Thank you. This is not my end. This is just a beginning. അൺഫെയർ ആണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. ആരും ജിഷേണ്ണും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല, എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല. ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു. PRTMസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം ചേട്ടന്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. നോർമൽ സപ്പോർട്ട് അത് പോരാ. മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട്. അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കണം. ഡെഫിനറ്റ്ലി അതാ പറഞ്ഞ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി കൊടുക്കും. അതിന്റെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു. ഇതിനെ കുറിച്ചിട്ടൊന്നും ജിഷേണ്ണ അറിയില്ല. ഇത്തരം PR കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയൊന്നും പറയാനില്ല. ഓക്കെ, PR ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പോവായിരുന്നു, അല്ലെങ്കിൽ കപ്പടിക്കാന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി അതൊക്കെ പറയാമല്ലോ. അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാന്ന് പറഞ്ഞിരിക്കുന്നത്. കോണ്ടാക്ട് ചെയ്യുക ആ സമയത്ത്. ഹലോ, പിന്നെ ഔട്ടായൊരു വിഷമമുണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോ ഹാപ്പി ആയില്ലേ? അങ്ങനെ വിഷമമില്ല. കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോ ഇപ്പൊ ചേട്ടൻ ഇറങ്ങിയത് എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. കാരണം നിങ്ങൾ അത്രയും ദിവസം ഫെയർ ആയിട്ടല്ലേ, ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരു പ്രശ്നം